കുറെ ആളുകൾ പറയുന്നത് കേട്ടു, റെന ഫാത്തിമ എവിക്റ്റായി, ആര്യൻ എവിക്റ്റായി, അത് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നൊക്കെ കുറെ ആളുകൾ പറയുന്നത് കേട്ടു. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് നോ എവിക്ഷൻ ഡേ ആണ്. ഇന്ന് ഒരാളും എവിക്റ്റായി പോകുന്നത് നമ്മൾ കാണില്ല എപ്പിസോഡിൽ. പക്ഷേ റെന ഫാത്തിമ അല്ലെങ്കിൽ ആര്യൻ, ചിലപ്പോൾ ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ റെന ഫാത്തിമ നാളെ പുറത്തേക്ക് വരും. ഓക്കെ, കാരണം റെന ഫാത്തിമ, ആര്യൻ പിന്നെ നെവിൻ, ഇവർക്ക് 3 പേർക്കുമാണ് പ്രോബബിളി വോട്ട് കുറവുള്ളത്. അതിൽ തന്നെ റെന ഫാത്തിമയ്ക്കാണ് ഏറ്റവും കുറവ്. ചാൻസസ് ആർ മോർ ഫോർ റെന ഫാത്തിമ. ഒരു 98%. എനിക്കറിയാൻ സാധിച്ചത് റെന ഫാത്തിമ അവിടുന്ന് എവിക്റ്റായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും വരത്തില്ല. നാളത്തേൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പൊ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങനെ സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒക്കെ തരിക. പിന്നെ താഴെ കമന്റ് ബോക്സിന്റെ അവിടെ ഹൈപ്പ് വീഡിയോ, അതിലും ഒരു ക്ലിക്ക് ഒക്കെ അങ്ങോട്ട് ചെയ്യുക. കുറച്ചു മുമ്പ് ഇപ്പൊ ലൈവിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയണോ? ഇപ്പൊ ലൈവിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. എല്ലാവരും കൂടെ ഇരുന്ന് സിനിമ കാണുകയാണ്. ബിഗ് ബോസ് പിള്ളേർക്ക് സിനിമ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ബ്രോഡാഡി, നമ്മുടെ ലാലേട്ടന്റെയും പൃഥ്വിരാജിന്റെ ആ സിനിമ അവിടെ ഇട്ട് കുട്ടികളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുക, നാളെ എല്ലാത്തിനും തരാന്നുള്ളൊരു മൂഡിലാണ് ബിഗ് ബോസ് അവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഇന്നലത്തെ അവിടെ നടന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. സോ ഇന്നലെ വൈകുന്നേരം എല്ലാവരെയും ഒന്ന് ഹാപ്പി ആക്കി നിർത്തുകയാണ് ബിഗ് ബോസ്. മക്കളെ കാണും, ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെയാണ് കൊടുത്തത്, ഹെവി ഫുഡൊക്കെയാണ് കൊടുത്തത്. എല്ലാം കഴിഞ്ഞ് വൈകിട്ട് സിനിമയൊക്കെ ഇട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ആവ്, നാളെ തരാം, എല്ലാത്തിനും നാളെ ഉണ്ട്. ഈ ഒരാഴ്ച എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള കോണ്ടന്റ് ബിഗ് ബോസിന് കൊടുത്തിട്ടുണ്ട് അവിടുത്തെ കണ്ടസ്റ്റന്റ് എല്ലാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒന്ന് ഹാപ്പി ആക്കി നിർത്തുന്നതാണ് നാളെ കൊല്ലാൻ വേണ്ടിയിട്ട്, മറ്റേ അറക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ കുറച്ച് മുമ്പ് ഒരു പ്രമോ ഞാൻ കണ്ടു. ലാലേട്ടൻ വന്നിട്ട് നമ്മുടെ അക്ബറിനോടും അനീഷിനോടും ഒക്കെ പറയുന്നത്, നിങ്ങളുടെ പവേഴ്സ് പോയല്ലേ, അപ്പൊ നിങ്ങൾക്ക് ആ പവേഴ്സ് വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു ചെറിയൊരു ടാസ്ക്, ഒരു ഗെയിം കൊടുക്കുന്നുണ്ട്. ഈ ചില സൗണ്ടുകൾ, ഇപ്പൊ കാക്കയുടെ കേൾപ്പിക്കുന്നു അല്ലെങ്കിൽ പൂച്ചയുടെ കേൾപ്പിക്കുന്നു, ഇങ്ങനെയുള്ള കുറച്ച് സൗണ്ടുകൾ ഇങ്ങനെ കേൾപ്പിച്ചിട്ട് ഇവരുടെ കയ്യിൽ കാക്കയുടെ ഫോട്ടോ അല്ലെങ്കിൽ പൂച്ചയുടെ ഫോട്ടോ, ഇങ്ങനെയുള്ള കുറച്ച് ബാഡ്ജസ് പോലെ അവിടെ കിടപ്പുണ്ട്. അതിങ്ങനെ അറേഞ്ച് ചെയ്യണം ഈ കേട്ട ഒച്ചയുടെ അനുസരിച്ച്. ഇങ്ങനെ ഒരു ടാസ്ക് ആണ്. അത് അവർ വിജയകരമായിട്ട് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് അവരുടെ ആ ഒരു അവർക്ക് കിട്ടിയ പണിയിൽ നിന്ന് അവർക്ക് മുക്തി നേടാം. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രൊമോയിൽ നിന്ന് കേട്ടത്. ഇതിനുമൊക്കെ മുമ്പ് നമ്മുടെ ഇപ്പൊ സിനിമ കാണുമെന്ന് പറഞ്ഞല്ലോ, ഈ സിനിമയൊക്കെ കാണുന്നതിനും കുറച്ച് മുമ്പ് നമ്മുടെ ഈ അനുമോളും ആദിലയും കൂടെ അവിടെ ഇരിപ്പുണ്ടേ. രണ്ടുപേരും കൂടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതിൽ അനുമോള് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഷാനവാസിക്ക ഉണ്ടല്ലോ, ഷാനവാസിക്കയുടെ കയ്യിൽ നിന്ന് പോയി. ഷാനവാസിക്ക ജസ്റ്റ് നിന്നോടത് പറഞ്ഞു, അതിപ്പോ വലിയൊരു പ്രശ്നമായിട്ട് മാറി, സംഭവിച്ചു പോയി. ഇങ്ങനെ തന്നെ സംഭവിച്ചു പോയതാണ് ആര്യൻ ജിസേലിന്റെ. ഞാൻ അവരെ മനഃപൂർവ്വം മറ്റേ ഇല്ലാതാക്കണമെന്നും ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ഇപ്പൊ ഷാനവാസിക്ക പറയുന്നുണ്ടല്ലോ, എനിക്ക് നെവിനോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല, അവന്റെ ജീവിതം ഇല്ലാതാക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വിഷയം പുറത്തേക്ക് അധികം കൊണ്ടൊന്ന് സംസാരിക്കാതിരുന്നത് എന്ന് ഷാനവാസിക്ക പറയുന്നുണ്ടല്ലോ. ഇതുപോലെ തന്നെയാണ് ജിസേലിന്റെ ആര്യന്റെയും വിഷയത്തിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇതൊന്നും പുറത്ത് പറയണ്ട, ഞാൻ കണ്ടതൊക്കെ അങ്ങ് എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അമ്മേനെ ഒരു സ്കീം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അവൻ പറഞ്ഞൊരു സാധനം. അപ്പൊ അവൻ പറയാൻ പാടില്ലാത്ത, അവൻ ഇനി അകത്ത് പറഞ്ഞു, അവൻ പുറത്തു വല്ലതായിരുന്നെങ്കിലും ഉണ്ടല്ലോ അവനെ ഞാൻ തീർത്തേനെ എന്നൊക്കെ അനുമോള് പറയുന്നത് കേട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ അവൻ ചെയ്തത് കൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്നൊക്കെ അനുമോള് പറയുന്നത് കേട്ടപ്പോൾ, ലൈക്ക് ഈ നെവിൻ ഷാനവാസ് ഇഷ്യൂ അല്ലെങ്കിൽ ആദിലയും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഈ ഒരു ഇഷ്യൂ, ഈ അനുമോൾ ജിസേൽ ആര്യൻ ഇഷ്യൂ, ഇത് രണ്ടും കൂടി ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും ഡിഫറെൻറ്റ് ഇഷ്യൂസ് ആണ്. ഒരിക്കലും ഇത് കമ്പയർ ചെയ്ത് അനുമോൾക്ക് കോണ്ടന്റ് വേണം, ഇന്നും കൊടുക്കും അനുമോൾ കോണ്ടന്റ്. അതിന് വേണ്ടിയിട്ട് ആദിലെ കിട്ടിയപ്പോൾ അതിലോട്ടിരുന്ന് കഥ പറയുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനെ നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് ചൂഴ്ന്നിറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് രണ്ടും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ എക്സ്ട്രീം ഡിഫറൻ്റ് ആണ് വിഷയം. പിടികിട്ടില്ല ഇന്നത്തെ വിഷയം, അല്ലെങ്കിൽ ഇന്ന് ലാലേട്ടൻ വന്ന് ചോദിക്കാൻ പോകുന്ന ഇത്രയും പ്രൊമോയിലൊന്നും അതിനെപ്പറ്റി ചോദിച്ച് കലിപ്പാവുന്ന കണ്ടിട്ടില്ല. പക്ഷെ അത് ചോദിക്കാതിരിക്കത്തില്ല. ആ ഒരു വിഷയവും അനുമോളുടെ ആ വിഷയമായിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അന്നത്തെ വിഷയത്തിലും ഒറ്റ കാര്യത്തിലേ ഉള്ളൂ സിമിലാരിറ്റി എന്ന് പറയുന്നത്, രണ്ടിനും പ്രൂഫ് ഒന്നും നമുക്ക് കാണിച്ചു തരാനായിട്ട് ലാലേട്ടനോ ബിഗ് ബോസ് ടീം അംഗങ്ങൾക്കോ പറ്റില്ല. അത് പണിയായി പോവും. പിന്നെ അന്നത്തെ വിഷയം മറ്റേ ഈ ഒരു വിഷയത്തിൽ നമുക്കൊരു പരിധിയിൽ കൂടുതൽ ഞാനും അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ നിന്നിട്ടില്ല. കാരണം അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അത് കാണാനൊക്കെ പോകുന്നതും അത് വിളിച്ചു പറയുന്നതും ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇവിടെ ഹിന്ദി ബിഗ് ബോസിലൊക്കെ വേറെ. അപ്പൊ പിന്നെ ഇതൊന്നും വലിയ നോർമലൈസ് ചെയ്യല്ല ഞാൻ. ഇതൊക്കെ നമ്മളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം നിങ്ങൾ
കുട്ടിയും കുടുംബവും ഒക്കെ ആയിട്ട് നിങ്ങൾ ടി വിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് ഈ ഒരു ഷോ കാണുമ്പോൾ അപ്പം ഈ സാധനം, ഈ അനുമോള് പറയുന്ന സാധനം വല്ലോ ടി വിക്കകത്തോടെ നമ്മളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് തെറ്റാണ്, അത് കാണിക്കാൻ പാടില്ല. കാരണം ഈ ഒരു പ്രോഗ്രാം അങ്ങനെ ആണെന്നല്ലെങ്കിൽ ആദ്യമേ പറയണം. മനസ്സിലായില്ലേ? ഇത് പിള്ളേരൊക്കെ ആയിട്ട് പെട്ടെന്ന് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു സാധനം, ഇത് പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല, പിടികിട്ടിയില്ലേ? സോ അതിനകത്ത് നമുക്ക് ഒരു രീതിയിലും ആരെയും സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. ഈ ഒരു വിഷയം വരുമ്പോഴത്തേക്ക് ഷാനവാസിൻ്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഷാനവാസിൻ്റെ ശരീരത്തിൽ ഇഷ്ടം ഇല്ലാതെ ഒരാൾക്ക് തൊടാൻ പറ്റില്ല. ഷാനവാസിന് ഇഷ്ടമല്ലാതെ ഒരാൾ തൊട്ടു, അത് ഷാനവാസിന് ഇഷ്ടമല്ലെങ്കിൽ ഷാനവാസ് പറയും. അതിനകത്ത് നമുക്ക് ഷാനവാസിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ അബദ്ധം പറ്റിപ്പോയത് ഷാനവാസ് ഇത് ആദിലയോട് പറഞ്ഞു. ആദിലയ്ക്ക് ഒരു കൊട്ടു കൊടുക്കണമെന്ന് തോന്നിയ സമയത്ത് ഈ സാധനം എടുത്തിട്ടു. ഇത് കറങ്ങി തിരിഞ്ഞ് വേറെ രീതിയിൽ അങ്ങ് പോയി. മനസ്സിലായില്ലേ? ലാസ്റ്റ് ആദിലയുടെ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ റിയാസ് വന്നപ്പോൾ മനസ്സിലായി, നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം, നിങ്ങൾ ഒരേ കുടക്കീഴിൽ നിൽക്കേണ്ട ആൾക്കാരാണെന്ന് പറഞ്ഞ് നെവിനെ ആദിലയും കൂടെ ഒരു സാധനം ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ആദില മറുകണ്ഠം ചാടി. ഷാനവാസിന് അത് കലിപ്പായി. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് ഓഫ് കോഴ്സ് നമ്മൾ ഇതിന് മുമ്പ് ഇത് ലിറ്ററലി നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമാണ്. പിന്നെ ഞാനിത് പറയാൻ കാരണം ഒരിക്കലും ഇത് കമ്പയർ ചെയ്യരുത്. കുറെ ആളുകൾ ഇതിനെ കമ്പയർ ചെയ്തൊക്കെ സംസാരിക്കുന്ന കണ്ടു, കുറെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടു. ഒരിക്കലും ഈ രണ്ട് ഇഷ്യൂ തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല. പിന്നെ റെന ഫാത്തിമ നാളെ ഇങ്ങി പോരും. ഇന്ന് പോരുമെന്ന് നിങ്ങളാരും പ്രതീക്ഷിക്കേണ്ട. ഇന്ന് ഞാൻ അറിഞ്ഞത് വെച്ച്, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ്, കുഞ്ഞു ഇൻഫർമേഷൻസ് വെച്ച് ഇന്നെന്തായാലും എവിക്ഷൻ ഒന്നുമില്ല. നാളെ അത് 1 ആണോ 2 ആണോ ഒന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ 2 ആകാം. പിടികിട്ടിയില്ലേ? പക്ഷേ വോട്ടിങ്ങിൻ്റെ ഒരു ഇതിങ്ങനെയാണ് കിടക്കുന്നത്. റെന ഫാത്തിമ, നെവിൻ, ആര്യൻ, ഇവർക്ക് 3 പേർക്കുമാണ് പ്രോബബ്ലി വോട്ട് കുറവ്. അതിലും ഏറ്റവും കുറവ് റെന ഫാത്തിമ. റെനക്കുട്ടി നാളെ ഇറങ്ങി ഇങ്ങനെ വീട്ടിലെത്തുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പൊ ഇപ്പൊ എന്തായാലും ഇനിയും ലൈവിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. എല്ലാവരും സിനിമ കാണുകയാണ്, അവരും ഇരുന്ന് സിനിമ കാണട്ടെ, ഞാനും പോയി ഏതെങ്കിലുമൊക്കെ സിനിമ കാണട്ടെ. രാത്രിയിൽ എപ്പിസോഡ് കണ്ടിട്ട് അതിന്റെ അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ തരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.